ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു വലിയൊരു സബോള എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികം ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ, കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. ഇപ്പോൾ ഞാൻ സബോളൊക്കെ ഏകദേശം വഴറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ട് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി എന്തൊക്കെ വേണ്ടത്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ എത്ര ചിക്കൻ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ അത് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. അപ്പോൾ എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴെപ്പോഴും അങ്ങനെ പറയണത് കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വഴറ്റി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എരിവിനനുസരിച്ച് നോക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ അധികം ചേർക്കണില്ല കേട്ടോ, കുറച്ച് ചേർക്കണുള്ളൂ. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കാം കേട്ടോ നമുക്ക്. നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നോട്ടെ, അതുവരെ സെറ്റാക്കി വഴറ്റിക്കോളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചിക്കനൊന്നും വേണ്ട ഈ കറി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു കഷ്ണം നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പുളിരസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തൈര് ഉണ്ടെങ്കിൽ തൈര് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇളക്കി മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ ചിക്കനിലേക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊന്ന് മസാലയിൽ ഇട്ടിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മൾ കറി അധികം നീണ്ട കറിയല്ല കേട്ടോ, ഒരു ഗ്രേവി ടൈപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് കിഴിപ്പൊറാട്ട ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ മസാല ഒക്കെ എല്ലാ ഭാഗത്തേക്കും പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ ചിക്കൻ ഒന്ന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ, അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ. ബാക്കി വെള്ളമൊക്കെ നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ ഇനി നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ചിക്കനെ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ ലേഡീസിനായാലും ജെൻസിനായാലും ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ കറി. ഇതിനിപ്പോൾ ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആവില്ല. അത്ര അറിയാത്തവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറിയൊക്കെ തിളച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണം തന്നെയാണ് വരുന്നത് കേട്ടോ ചിക്കൻ കറിയുടെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിട്ടോ, അധികം വെള്ളമൊന്നുമില്ല, ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. പിന്നെ ഞാൻ കുറച്ച് നാളികേരപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇത്തിരി നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടി കിടന്നിട്ടൊന്ന് കുറുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി നാളികേരപ്പാലിലും വെക്കാം കേട്ടോ, വെള്ളം ഒഴിക്കാതെ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഇഷ്ടം വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒന്നൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെന്തു, നമ്മളെ കറിയൊക്കെ നല്ല കുറുകി വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി കറി തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ കറി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ മല്ലിയിലൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മേൽഭാഗത്തായിട്ട്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും ബൈ.